അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫദ ഹദീസ് ക്ലാസ് 50. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അൻ ഉഖ്ബത ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഖാൽ ഖുൽതു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നജാതു ഖാല അംസിക അലൈക ലിസാനക വൽയസഅക ബൈതുക വബ്കി അലാ ഖതീഅതിക റവാഹുൽ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസ് ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചൊല്ല സ്വഹാബി മഹാനവറുകൾ ചൊല്ലു, ನಾನು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ കേട്ട മൻ നജാതു യാ റസൂലല്ലാഹ്, നബിയെ രക്ഷ ಎಂದ್ರೆ രക്ഷകളുള്ള തെരു ഏതെന്ന് കേട്ടപ്പ കാല തങ്ങൾ ചൊന്തു അംസിക അലൈക ലിസാനക, നിന്റെ നാവുടെ നീ പിടിച്ചു വെക്കണു ഒന്ന്, വല്യസഅക ബൈതുക, നിന്റെ അവ നിക്ക് വിശാല ആവട്ട് മൂന്ന്, വബുക്കി അലാ ഖതീഅതിക, നിന്റെ തപ്പുടെ മേലിൽ നീനാക്കിയ തപ്പുടെ ഓർത്തിട്ട് നീ ബുൾപ്പിടണു കരയണു. അങ്ങനെ 3 വിഷയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടോ. രക്ഷപ്പെടുള്ള ഒന്നാമത്തെ മാർഗം അംസിക അലൈക ലിസാനക, നിന്റെ നാവുടെ നീ ജാഗ്രത ആക്കണു. മനുഷ്യരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവാണ് നാവ്, എല്ലില്ലാത്തങ്കത്തെ സാധന. ആ നാവുടെ ജാഗ്രത ആക്കിയെങ്കിൽ സ്വർഗം കൊണ്ട് നാണ് ജാമീൻ നിൽക്കടേണ്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി. അതുപോലെ വേറൊരു ഹദീസിൽ നബി തങ്ങൾ ചെന്നിട്ടു മൻ സ്വമത്ത നജ, ആറ് മുണ്ടതച്ച അവന് രക്ഷപ്പെട്ടാണ് ചെന്നിട്ടു. ചെറിയ വാക്യത്തിൽ ഏറ്റവും വലിയ സന്ദേശ ഒരു മനുഷ്യ വിജയിക്കുള്ളെങ്കത്തെ ഏറ്റവും വലിയ സന്ദേശ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. അതുകൊണ്ട് നാവുടെ പുറത്തെടുത്തെങ്കാണ് എല്ലാ ആപത്തും ഉണ്ടാവുടെ. കാരണം നാവുടെ വലിയ ജാഗ്രത ആക്കണമെങ്കിൽ എത്ര സാധനമാണ് നാവ്. അതുപോലെയാണ് അള്ളാഹു അതിനെ ഫിറ്റിംഗ് ആക്കിയത്. വലിയ തല, ആ തലയിൽ മുഖ, എന്നിട്ട് 2 ചിരിയുണ്ട്, ചുണ്ടിലുൾക പല്ലുണ്ട്, വലിയ കമ്പൗണ്ട് അള്ളാഹു കെട്ടിട, എന്നിട്ട് അതിര ഉൾഗാണ് നാവുടെ വെച്ചിട്ട്. അപ്പം വലിയ സെക്യൂരിറ്റി നാവുക അള്ളാഹു കൊടുത്തുക. അഗത്യമുള്ള സമയത്ത് മാത്രം അത് പുറത്താക്കണു. രാഷ്ട്രപതി ഭവനത്തിൽ രാഷ്ട്രപതി കാവൽ കൊടുത്ത പോലെ ഒട്ടാര പുറത്തിലേക്കൊന്നും തീരാ സാധ്യയില്ല, വലിയ സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ ഈ നാവുകു വലിയ മഹത്വവുമുണ്ട്. നാവുടെ ജാഗ്രത ആക്കരുത് പോലെ ജാഗ്രത ആക്കിയില്ലെങ്കിൽ പരാജയപ്പെട്ടു പോവാൻ ചൊല്ലെ സന്ദേശമാണ് നാവുടെ അള്ളാഹു ഇത്രയും വലിയ ഉൾഗ വെച്ചതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അപ്പോൾ ഏതായാലും അംസിക അലൈക ലിസാനക, നിന്റെ നാവുടെ നീ ജാഗ്രത ആക്കണുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി. അഗത്യമുള്ള വിഷയം മാത്രമുണ്ടണു, അനഗത്യ വിഷയത്തൊരിക്കലും ഇടപെട്ടു പോണു തീറ. ഒരു വാക്ക് ചെന്നതുകൊണ്ട് ഇടീ കുടുംബമേ തകരുക സാധ്യമുണ്ട്, ഇടീ റായമേ ഭിന്നിപ്പാവുക സാധ്യമുണ്ട്, ഇടീ ജമാഅത്തെ ഭിന്നിപ്പാവുക സാധ്യമുണ്ട് ഒരാളുടെ ഒരു വാക്കുകൊണ്ട്. അതുകൊണ്ട് ഈ വാക്ക് സംസാരത്തിന് വലിയ ഗൗരവ, ആ ഗൗരവത്തിൽ നിന്ന് സംസാരത്തെ എടുക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ചെന്ന പോലെ ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യൽദഗന്നക ഇന്നഹു തുഅബാനു, മനുഷ്യ നിന്റെ നാവുടെ നീ ജാഗ്രത ആക്കണു, അത് പാമ്പായിട്ടിക്കിട്, നിന്റെ അത് കടിക്കട വേണ്ട, അത് വലിയ പാമ്പു. പിന്നെ എന്നിട്ട് മഹാൻ ചൊന്തു കം ഫിൽ മഖാബിരി മിൻ ഖതീലി ലിസാനിഹി കാനത്ത് തഹാബു ലിഖാഅഹുൽ അഖ്റാനു, എത്ര വലിയ വലിയ ആൽമാർ ഞങ്ങളെ കണ്ടെങ്കിൽ എല്ലാവരും പേടിച്ചുകൊണ്ടിരുന്നാറ്. അങ്ങനത്തെ ആൽമാർ ഞങ്ങളെ നാവുടെ കാരണത്തിലൂടെ ചത്തുപോകുന്നറാറ്, എത്ര ആൽമാർ മക്ബറത്തെ ഉൾക്കൊള്ളാറ്. അതുകൊണ്ട് നിന്റെ നാവുടെ നീ ജാഗ്രത ആക്കണു. അകത്യമുള്ള സമയത്തല്ലാണ്ട് പുറത്തെടുക്കുക തീറ. റസാനത്ത് ചെന്ന പോലെ പിന്നെ വ ഇന്ന മിൻ ആഫത്തിൽ ഇൻസാനി മൻതിഖഹു ഫൽമും വലാ തഫ്തഹൻ ഫാക്കല്ലദി ഖഫള ഫലിഫ്ദഉൽ മാഇ ഫിൽ വൽമാഇ യഅരിലുഹു ഇദാ തകല്ലമ സില്ലുൽ ബർരി ഖദ് നഖല. വലിയ ഒരു പാടാണ് ഇതിൽ മഹാനവറുകൾ പഠിപ്പാട്ട്. വ ഇന്ന മിൻ ആഫത്തിൽ ഇൻസാനി മൻതിഖഹു, ഒരു മനുഷ്യരെ വലിയ ആഫത്തായിട്ടിക്കിട അവൻ്റെ സംസാരം. അതുകൊണ്ട് മനുഷ്യ നിന്റെ ബായിരെ നീ ബന്ധാക്കി വെക്കണം, നീ അതിനെ ഓപ്പൺ ആക്കണ്ട. എന്നിട്ട് മഹാൻ ഒരു ഉദാഹരണം ചൊല്ലു. എന്തിനു ചൊന്നെങ്കിൽ പിന്നെ കുളത്തെ ഉൾഗുള്ളെങ്കത്തെ കപ്പ, ആ കപ്പ ജാവു സമയത്ത് ശബ്ദം ഇടാണ്ട് ബൊബ്ബയിടാണ്ട് മുണ്ടാണ്ട് തെച്ചെങ്കിൽ അത് ബച്ചാവുള്ളൂ. അതേ സമയത്ത് ഇരുട്ടത്ത് ആരും കാണുകയില്ല. പക്ഷെ അത് ബൊബ്ബയിട്ടെങ്കിൽ ഉടൻ കരയുടെ കരയിൽ സൈഡിൽ പാമ്പിക്കിട് അല്ലെങ്കിൽ ബാക്കി ജീവിക്കിട്. ബൊബ്ബയിട്ട് അവിടെ വന്നിട്ട് ആ ജീവി പാമ്പു ഈ കപ്പയുടെ പിടിക്കിട്.
ബൊബ്ബിടാണ്ട് മുണ്ടാണ്ട് തെച്ചെങ്കിൽ കപ്പയ്ക്ക് രക്ഷപ്പെടാം. അതേ സമയത്ത് ബൊബ്ബ ഇട്ടപാടെ ആ ജീവി വന്ന് ഇതിനെ പിടിക്കിട്. അതുകൊണ്ട് ബൊബ്ബ ഇട്ടില്ലെങ്കിൽ ബായി തുറന്നില്ലെങ്കിൽ രക്ഷപ്പെടുക സാധ്യാന്ന് ചൊന്നിട്ടു വലിയ സന്ദേശം ഇതിലൂടെ മഹാനവർകൾ പഠിപ്പാട്ടർ. എല്ലാം നമുക്ക് ബായിക്കൂ സാധ്യ. അവിടെ അംസിക്ക അലൈക്ക ലിസാനക ചൊല്ല ഹദീസിൽ നിന്റെ നാവിടെ നീന് ജാഗ്രത ആക്കണോ. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുൽ കബീർ റിഫായി റഹ്മത്തുല്ലാഹി അലൈഹി ഒരു നാൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോയോണ്ടിരിക്കുമ്പോൾ മഹാന്മാർ സ്വാലിഹിങ്ങ എല്ലാ വലിയ വലിയ ആൾമാരായിടെ അങ്ങനെ നാവിടെ അങ്ങ് ജാഗ്രത ആക്കിയാറ്. അനഗത്യ വിഷയത്തിൽ അങ്ങ് പോയില്ലേ. ലായസാലു ലിസാനുക്ക റത്തുബമ്മിൻ ദിക്റില്ല എന്ന് ചൊന്ന പോലെ അള്ളാഹുടെ ദിക്ർ മാത്രം അങ്ങനെ നാവിടെ പുറത്ത് ബന്ത് ആ വേറെന്ത് വിഷയവും അങ്ങ് മുണ്ടില്ലേ. അപ്പോൾ അഹമ്മദുൽ കബീർ റിഫായി റഹ്മത്തുല്ലാഹിലെ നടന്നു പോയോണ്ടിരിക്കുമ്പോൾ ഒരു കിടാവ് എതിരില്ല വന്നുകൊണ്ടു. ആ കിടാവിടൊട്ടി കേർത്ത് മസ്മുഖ് നിന്റെ അല്ല ഇബ്നു മന്നന്ത നീ ആരെ മോണു കേർത്ത്. അങ്ങനെ കേട്ടപ്പോൾ ആ കിടാവ് ഈ ഫുലുലുക്ക് എന്തുക്ക് നിങ്ങൾക്ക് അനഗത്യ അധിക പ്രസംഗ എന്തുകെന്ന് കേട്ട പോലെ നിങ്ങൾക്ക് എന്തുക്ക് ഈ അനഗത്യ ഞാൻ ആരെ മോണെങ്കിൽ നിങ്ങൾക്കെന്തേ എന്ന് ചൊന്ന് കേട്ടപ്പോൾ ഈ മഹാന്റെ ജീവിതത്തിൽ വലിയൊരു ബദലാവണത്. അപ്പം ഞങ്ങളെ പോലത്തെ ആൾമാരായ കിടാവിടൊട്ടെ ചൂടാവത്ത. പക്ഷെ അഹമ്മദുൽ കബീർ റിഫായി എന്തിനാക്കിയത് ശരിയല്ലേ ആ കിടാവ് ചെന്നത്. ആ കിടാവ് ആരെ മോണെങ്കിൽ നക്കെന്തേ അതിരെ വരെ അങ്ങ് അനഗത്യ പലക്കായിട്ട് കണക്കൂട്ടിയാർ. എന്നിട്ട് മഹാൻ ചൊന്ത് അദ്ദബ്തനിയ വലതി മോനെ നീനക്ക് അതപൊടി പാട്ടിയായിട്ട് നീനക്ക് മര്യാദ പടി പാട്ടിയ. അതിൽ പിന്നെ 44 മഹാനവറുകൾ ആറൊട്ടികം മുണ്ടില്ല, ഒരു പലക്ക പോലും ചൊന്നില്ലാൻ. മഹാന്റെ പരീക്ഷാക്കൂപനായിട്ട് ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബന്ത്. പക്ഷേ ഖദർ നബി വന്നിട്ട് പോലും മഹാൻ മുണ്ടില്ല. നിന്റെ നാവ് നാൻ പറത്തിട്ടില്ല, ഞാൻ മുണ്ടില്ല നക്കാ കിടാവ് അതപൊടി പാട്ടിര്. അങ്ങനെയാണ് 40 നാൾ അവർ മുമ്പിൽ ഖദർ വന്നു. നാവാലൊരു വാക്കും ചൊല്ലിയില്ല എന്നോവർ. അപ്പൽ ഖിദർ ചൊല്ലി ഔലിയാക്കളിൽ ഞാൻ ഇവരെപ്പോലാരെയും കണ്ടില്ല എന്നോവർ. 40 നാൾ അയാളെ മുന്നിൽ ഖദർ നബി അലൈഹി ഇസ്ലാം ബന്ധിഷ്ടാക്കിയിട്ടും പക്ഷേ അയാൾ മുണ്ടിയില്ല. ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു മഹാനെ ഞാൻ കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊന്തു. അപ്പോൾ മൊത്തത്തിൽ സംസാരം ജാഗ്രത ആക്കണു, പലക്ക ജാഗ്രത ആക്കണു, നാവിടെ ജാഗ്രത ആക്കണു ചൊല്ല വിഷയത്തിൽ നമുക്ക് എത്രയും വിശദീകരിക്കുക സാധ്യമാവുള്ളൂ. ഞാൻ സംക്ഷിപ്താക്കിക്കൊണ്ടുള്ള 1ാമത്തെ ഹദീസാണ് അംസിക അലൈക ലിസാനക ഭാഗ നിന്റെ നാവിടെ നീ ജാഗ്രത ആക്കണു. 2ാമത് വല്യ സഴ്ക ബൈത്തുക നിന്റെ അവനിക്ക് വിശാലാവട്ട്. ഇതിക്ക് പല വിശദീകരണം കൊടുക്കുക. ഒന്ന് നല്ല വിശാലമായ ജാഗ പോണു ഔത്ര ഉൾക അങ്ങനെയുമാകാം. കുടുസാവുക തീറ ഒരു ഔത്ര ഏറ്റവും വലിയ നല്ല ലക്ഷണമാണ്. അവ നല്ല വിശാലമായിട്ട് വേണം. അഞ്ഞ് കുടുസായിട്ട് തെക്കോകും നിക്കോകും കിടക്കും ആവാത്ത പോലെ ഇക്കോകു തീറ. അല്ലെങ്കിൽ ഇങ്ങനെ ആവാം മനുഷ്യന്മാരെല്ലാം ബടക്കാവിടക്കെത്ത സമയത്തിൽ ആ മനുഷ്യന്മാരൊട്ടിಗೆ കൂടിയിട്ട് നിൻ്റെ ജീവിതവും നിൻ്റെ ലക്ഷ്യവുമെല്ലാം തപ്പുടങ്കത്തൊരവസ്ഥ വന്നെങ്കിൽ നിൻ്റെ ഔത്രുൽഗമേ നീ തെച്ചുക. നീ എവിടെയും പുറത്തു പോകണ്ട. ഇന്നത്തെ കാലത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടിക്കടി ഹദീസ്. പുറത്തില്ലെങ്കിൽ ബലഭാഗത്തും ഇടഭാഗത്തും എഞ്ഞാ നോക്കിയും ഹറാമും തപ്പും കണ്ടെങ്കത്തെ സമയത്ത് നിന്റെ റൂമിടെ നീന് അവിടെ നീ തെച്ചുക. നിനക്കത് വിശാലാവട്ടെ, നീ അതിലൊഴുക നില്ല് എന്നും അങ്ങനത്തെ അർത്ഥവും കൊടുക്കുക. അപ്പോൾ വല്യ സഴക്ക ബൈത്തുക്ക നിന്റെ അവനിക്ക് വിശാല ആവട്ട്. 3ാമത് വബുക്കി അല ഖത്വി അത്തിക്ക നീനാക്കിയ തപ്പുടെ മേൽ നീ ബുൽപ്പുടണു. നീ ബുൽപ്പുടനായെങ്കത്തെ വിഷയം അതാണ്. നിന്റെ കിടാവ് മരിച്ചപ്പ, അല്ലെങ്കിൽ നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പ, നിന്റെ സൂപ്പർ മാർക്കറ്റ് തീ പിടിച്ചപ്പ, നിന്റെ സ്വത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ കളവായി പോയപ്പോൾ അല്ല നീ ബുൽപ്പുടനായ. യഥാർത്ഥത്തിൽ നീ ബുൽപ്പുടനായ. നീ ഒരു തപ്പാക്കിയെങ്കിൽ നീ ബുൽപ്പുടണു. നീ ഒരു കളവ് ചൊന്നെങ്കിൽ, നീ ഒരു കള്ളത്തണ ആക്കിയെങ്കിൽ, അന്യ പെണ്ണുക നീ നോക്കിയെങ്കിൽ, നീ ബഡ്ഡി എടുത്തെങ്കിൽ, ഇതുപോലത്തെ തപ്പുടെ ലിസ്റ്റ് എന്തെല്ലാം ഉണ്ടാ. ഇങ്ങനത്തെ തപ്പു നീ ആക്കിയ പാടെ നീ ബുൽപ്പുടണു. മഹാന്മാരല്ല അങ്ങനെ അങ്ങ് ആക്കിയ തപ്പാക്കിടത് വിരള. എവിടെങ്കിലും ഒരു തപ്പാക്കി പോയെങ്കിൽ ಅದರ ಓರ್ತಂಗ ಬುಲ್ಪುಟ್ಟೋಂಟಿದ್ದಾರೆ ಅಂಕ ಟೆನ್ಷನ್ ಆಯೋಂಟಿಂತು. ഇനി തപ്പാക്കണ്ട ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ബേജാറായെങ്കിൽ എത്ര മഹാന്മാരുള്ളാർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നാൾ അസർ നിസ്കാരത്തെ ടൈമിൽ ജമാഅത്തെ ടൈമിൽ തോട്ടത്തിൽ പോയിട്ടിന്ത്. മഹാൻ തോട്ടത്തെ തിരിച്ചു പറയുമ്പോൾ പള്ളിയിൽ ജമാഅത്ത് നടന്നിട്ടായിട്ടിന്ത്. മൂപ്പർക്ക് പിന്നെ വേറൊരാളെ കൂട്ടിയിട്ട് വേണമെങ്കിൽ ജമാഅത്ത് ആക്കുക അവിടെ. പക്ഷേ എൻ്റെ ആദ്യത്തെ നബിത്തങ്ങളൊട്ടിയുള്ള ജമാഅത്ത് പൊയ്ത്തല്ല എന്നുള്ള ബേജാറിൽ സദിക്കുക തീരാണ്ട് മഹാൻ ചൊല്ലുന്ന അതാ നിങ്ങളെ ഞാൻ സാക്ഷിയാക്കടെ. ഏതൊരു തോട്ടത്തെ കാരണത്തിലാണ് എൻ്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടത്, ആ തോട്ടത്തെ ഞാൻ അള്ളാൻ്റെ ദീനിൽ സ്വതക്കാക്കിയാൻ ചൊല്ലുത്തു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ജമാഅത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എത്രമാ റക്കാത്ത് പിന്നെയും നിസ്കരിച്ചെങ്കിത്തെ മഹാന്മാരുള്ളാർ.
അപ്പോൾ ആ ദീനിൽ എന്തെങ്കിലും ചെറിയ ഒരു കുറവ് പണ്ട് നിൻ്റെ ദീനിൽ നിൻ്റെ ധാർമ്മിക വിഷയത്തിൽ പണ്ടുണ്ടാവുമ്പോൾ അതിനെ പരിഹാരത്തുക വേനായിട്ട് ചെമ്മ സത്കർമാക്കിയെത്ത മഹാന്മാരുള്ളാറ് ആക്കിയ തപ്പുടെ പേരിൽ വലിയ കരഞ്ഞിട്ട് തൗബാക്കിയെത്ത മഹാന്മാർ ബഹുമാനപ്പെട്ട മായിസ് റളിയല്ലാഹു അൻഹുവരെല്ലാം നമുക്ക് നെനപ്പുണ്ട്. വ്യഭിചാരാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നപ്പോൾ നബി തങ്ങ ചൊന്തു നീ ചുംബിച്ചായിട്ടിക്കൂ ലഅല്ലക ഖബ്ബൽതഹ, നീ അവളെ ചുംബിച്ചായിട്ടിക്കൂ, നീ വ്യഭിചരിച്ചിട്ടായിട്ടിക്കല, നീ തൊട്ടായിട്ടിക്കൂ, ഇങ്ങനെല്ലാം ചൊന്നപ്പോഴും മഹാൻ ചൊല്ല അല്ല നബിയെ നാനാക്കിയ തപ്പുക പരിഹാര ഉടമയാവണം, നാളെ ആഖിറത്തിൽ ബക്കു തീറ, ഞാൻ വ്യഭിചരിച്ചിട്ട് ഒക്കൂന്ന് ചൊന്നൊരു പിന്നെയും ചൊന്നപ്പോഴാണ് അവസാനം മഹാനായ മായിസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ച ആളാണ്, പക്ഷേ സ്വഹാബിയാണ്, അയാളെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ഞങ്ങളെ നന്നാക്കട്ടെ. വ്യഭിചരിച്ച ഒരാളെ കൊണ്ട് ഞങ്ങൾ എന്താക്കട്ടെ തവസ്സുലാക്കി ദുആർക്കട്ടെ. കാരണം വ്യഭിചരിച്ച ആളാണെങ്കിലും സ്വഹാബിയാണ്, പക്ഷേ അയാൾ വ്യഭിചരിച്ചിട്ട് പിന്നെ അതിരാട്ടി വലിയ തൗബ, ഇടീ ലോകത്താൾമാർക്ക് വിശാലാവുടെങ്കെത്ത തൗബ ആ മഹാനാക്കിയത്. അപ്പോൾ തപ്പാക്കിയതിലെ പേരിൽ വലിയ ടെൻഷൻ ബേജാറാവുടെങ്കെത്ത മഹാന്മാർ അങ്ങനെ നീ ആവണു, നിന്റെ തപ്പുടെ മേൽ നീ എപ്പോഴും ഉൾപ്പെട്ടുകൊണ്ട് വേണോണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പാട്ടിത്ത്. അപ്പോൾ രക്ഷപ്പെടുള്ള 3 ചെറു, 1 അംസിക അലൈക ലിസാനക വല്യസഅക ബൈതുക വബ്കി അലാ ഖതീഅതിക. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെട്ട ആൾമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.